Today we are going to discuss about functions of major physiological ions. It's a 5 marks question. So we have already told about two types of ions are there, intracellular ions and extracellular ions. So now we are moving to the first extracellular ions. Sodium and chloride are the major extracellular ions. So in the sodium, it is main role in the excitability of muscles and neurons, and it is maintained in the osmotic gradient. Point wise ആയിട്ട് എഴുതണം കേട്ടോ. And cell membrane integrity, transmission and conduction of nerve impulses, then responsible for osmolarity of vascular fluids as well as regulation of body fluid levels. Then when sodium enters inside the cells, potassium goes out of the cells. അതേപോലെ തന്നെ സോഡിയത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ടാണ് ക്ലോറിൻ. Sodium always combined with the chlorine and is also combined with the bicarbonate to regulate the acid base balance. Acid base balance in sodium, chlorine, bicarbonate in ഒരു important role ഉണ്ട്. അപ്പോൾ ഇതാണ് major role of sodium എന്ന് പറയുന്നത്. Then സോഡിയത്തിന്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് 135 to 145 ആണ്. സോഡിയം ലെവൽ കുറയുന്ന കണ്ടീഷനാണ് ഹൈപ്പോനട്രീമിയ ആൻഡ് സോഡിയം ലെവൽ കൂട്ടുന്ന കണ്ടീഷനാണ് ഹൈപ്പർ നട്രീമിയ. അപ്പോൾ പേര് തന്നെ മറക്കരുത്. ഹൈപ്പർ നട്രീമിയ എന്ന് പറയുമ്പോൾ തന്നെ സോഡിയം കണ്ടോ ഇവിടെ സോഡിയം Na നട്രീമിയ. അപ്പോൾ ആ പേര് മറന്നു പോകരുത്, ആ ഒരു കണ്ടീഷൻ. നട്രീമിയ ഹൈപ്പർ കൂടിയ ലെവൽ, ഹൈപ്പോ കുറഞ്ഞ ലെവൽ. ദെൻ അടുത്ത അയോൺസ്. അപ്പോൾ ഇതാണ് സോഡിയത്തിന്റെ അയോൺസ്. ഇറ്റ് ഈസ് ദ മേജർ എക്സ്ട്രാ സെല്ലുലാർ സോഡിയം Na+ അല്ലേ. അപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? കാഥോഡിലോട്ട്, കാറ്റയോൺ ആണ്. നെക്സ്റ്റ് ഇത് മൂവ് ആവുന്നില്ല കേട്ടോ, അതാണ് ഇവിടെ നിൽക്കുന്നത്, സ്റ്റക്ക് ആവുന്നത്. നെക്സ്റ്റ് അയോൺ എന്ന് പറയുന്നത് ക്ലോറൈഡ് അയോൺസ് ആണ്. ക്ലോറൈഡ് അയോൺ എന്ന് പറയുന്നത് എന്താണ്? മേജർ എക്സ്ട്രാ സെല്ലുലാർ ആനയോൺ ആണ് ക്ലോറൈഡ് എന്ന് പറയുന്നത്. മേജർ എക്സ്ട്രാ സെല്ലുലാർ ആനയോൺ ആണ് ക്ലോറൈഡ്. അപ്പം ക്ലോറൈഡും എക്സ്ട്രാ സെല്ലുലാർ അയോൺ തന്നെയാണ്. അതും ഓസ്മോലാരിറ്റി, ഓസ്മോസിസ് മെയിൻ്റനൻസ്, സോഡിയത്തിന്റെ കൂടെ നിൽക്കുന്ന അയോൺസ് ആണ്. അതേപോലെ തന്നെ ഗോസ് വിത്ത് സോഡിയം ഇൻ റിട്ടൻഷൻ ഓഫ് വാട്ടർ, ആസിഡ് ബേസ് ബാലൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലോറൈഡ് നമ്മുടെ ബോഡിക്കകത്തുള്ള ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലോറൈഡിന്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് 95 to 108 മില്ലി ഇക്വലൻ. അതാണ് ആ ഒരു ഇത് ഓർത്ത്, ഇത് കറക്റ്റായിട്ട് ഈ ലെവൽ ഓർത്തിരുന്നെങ്കിൽ മില്ലി ഇക്വലൻ പെർ ലിറ്റർ ആണ് വാല്യൂ എന്നുള്ളത് ഓർത്തിരിക്കണം കേട്ടോ. അതേപോലെ തന്നെ ക്ലോറൈഡ് ബാക്കിയുള്ള ബോഡിക്കകത്തുള്ള സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് ഹോമിയോസ്റ്റാറ്റിസ് മെയിൻ്റനൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ക്ലോറൈഡിന്റെ കേസിൽ പറയാനുള്ളത്. ദെൻ ക്ലോറൈഡിന്റെ അളവ് കണ്ടീഷൻ കുറയുന്ന ആ ഒരു അവസ്ഥയാണ് ഹൈപ്പോക്ലോറീമിയ. കുറയുന്ന ഹൈപ്പോക്ലോറീമിയ എന്ന് പറയുന്നത്. കൂടിയ ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറൈഡ് ആണ് ഹൈപ്പർ ക്ലോറീമിയ. അപ്പോൾ ഹൈപ്പോക്ലോറീമിയക്ക് കാരണം എന്താണ്? സാൾട്ടിന്റെ ലോവർ ഇൻടേക്ക് ഓഫ് സാൾട്ട്. ദെൻ ഹൈപ്പർ ക്ലോറീമിക്ക് കണ്ടീഷൻ എന്താണ്? ഒരെണ്ണം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഡീഹൈഡ്രേഷൻ കാരണമാണ് ഹൈപ്പർ ക്ലോറീമിയ ഉണ്ടാവാവുന്ന ഡീഹൈഡ്രേഷൻ. ദെൻ ഫങ്ഷൻസ് ഓഫ് ബൈകാർബണേറ്റ്. ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ എക്സ്ട്രാ സെല്ലുലാർ അയോൺസ് ആണ് കേട്ടോ. അപ്പോൾ സോഡിയം കഴിഞ്ഞു, ക്ലോറിൻ കഴിഞ്ഞു, അടുത്തൊന്നാണ് ബൈകാർബണേറ്റ്. ഇതെന്ന് പറയുന്നത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് തന്നെയാണ്. സെക്കൻഡ് മോസ്റ്റ് ആനയോൺ ആണ് ബൈകാർബണേറ്റ്. HCO3- അല്ലേ, ആനയോൺ ആണ്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ്. ബൈകാർബണേറ്റ് നമ്മുടെ ബോഡിക്കകത്ത് ബഫർ സിസ്റ്റം മെയിൻ്റനൻസിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ബൈകാർബണേറ്റിൻ്റെ ആ ഒരു കൺട്രോൾ ലെവൽ വരുന്ന കിഡ്നിക്കകത്താണ്. അപ്പം നമ്മുടെ ബോഡിക്കകത്ത് ഹൈഡ്രജന്റെ അളവ് കുറയുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ ആൽക്കലോസിസ് വരുന്ന കണ്ടീഷനിൽ ബൈകാർബണേറ്റിന്റെ എക്സ്ക്രീഷൻ നമ്മുടെ ബോഡിയിൽ നിന്ന് കൂടും. എന്ന് വെച്ചാൽ ആൽക്കലോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കലിനിറ്റി കൂടുന്ന കണ്ടീഷൻ. അപ്പോൾ ബൈകാർബണേറ്റിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സസ് ആയിട്ട് എക്സ്ക്രീറ്റ് ആക്കി കളയും. ആ ബൈകാർബണേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കകത്തുള്ള ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ആൽക്കലോസിസ് കണ്ടീഷനിൽ കാർബോണിക് ആസിഡ് H2CO3 ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിപ്പോൾ ഫങ്ഷൻസ് എന്താണ്? മെയിനായിട്ട് ഫങ്ഷൻസ് ആസിഡ് ബേസ് ബഫർ സിസ്റ്റത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കിഡ്നിക്കകത്ത് ആൽക്കലോസിസ് കണ്ടീഷനിൽ ബൈകാർബണേറ്റിന് വളരെയധികം നല്ല റോളുണ്ട്. ദെൻ അടുത്ത ഏത് അയോണാണ്? കാൽസ്യം.
കാൽസ്യമാണ് അടുത്ത അയോൺ എന്ന് പറയുന്നത്. കാൽസ്യം എന്താണ്? Ca2+ ആണ്. അപ്പം അതും എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡ് ആണ്, കാറ്റയോൺ ആണ്. കാൽസ്യം ഈസ് ഓൾസോ ഫൗണ്ട് ഇൻ ദ എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡ്. കാൽസ്യം നിങ്ങൾക്ക് അറിയാം ബോണിനും ടീത്തിലും ഇമ്പോർട്ടൻസ് ആണ്. അതേപോലെ തന്നെ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസസിന് ഹെൽപ്ഫുൾ ആണ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മസിൽ കോൺട്രാക്ഷനും ഹെൽപ്പ് ചെയ്യുന്ന അയോൺസ് ആണ് കാൽസ്യം എന്ന് പറയുന്നത്. കാൽസ്യത്തിന്റെ അളവ് റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് പാരാതൈറോയിഡ് ഹോർമോൺ. ഈ പാരാതൈറോയിഡ് ഹോർമോൺ എവിടെ നിന്നാണ് സെക്രീറ്റ് ആവുന്നത്? പാരാതൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാരാതൈറോയിഡ് ഹോർമോൺ ഹെൽപ്സ് ഇൻ ദ കാൽസ്യം റിട്ടൻഷൻ ആസ് വെൽ ആസ് ദ ഫോസ്ഫേറ്റ് എക്സ്ക്രീഷൻ. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് പാരാതൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത്. അടുത്തത് കാൽസ്യത്തിന്റെ അളവ് കൂടുന്ന കണ്ടീഷനാണ് ഹൈപ്പർ കാൽസീമിയ എന്ന് പറയുന്നത്. ഹൈപ്പർ കാൽസീമിയ, കാൽസ്യം ലെവൽ റൈസസ് എബവ് ദ നോർമൽ. അപ്പൊ അതിന് കാരണം എന്താണ്? പാരാതൈറോയിഡ് ഹോർമോണിന്റെ അളവ് കുറയുന്നു. ഹൈപ്പോ പാരാതൈറോയിഡിസം. ഹൈപ്പോ കാൽസീമിയ എന്ന് പറയുന്നത് കാൽസ്യത്തിന്റെ അളവ് കുറയുന്ന കണ്ടീഷനാണ് ഹൈപ്പോ കാൽസീമിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അപ്പൊ എക്സ്ട്രാ സെല്ലുലാർ അയോൺസ് കഴിഞ്ഞു. അടുത്തത് ഇൻട്രാ സെല്ലുലാർ അയോൺസ് ആണ്. അപ്പൊ കോമൺ ആയിട്ടേ ചോദിക്കത്തുള്ളൂ ഫങ്ഷൻസ് ഓഫ് അയോൺസ്. അപ്പൊ രണ്ടും എഴുതണം. അപ്പം 4 അയോൺസ് എക്സ്ട്രാ സെല്ലാറിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് ഇൻട്രാ സെല്ലാർ അയോൺസ്. അതിനകത്ത് മേജർ ആയിട്ട് വരുന്ന കാറ്റയോൺ ആണ്. ഇൻട്രാ സെല്ലാർ ഫ്ലൂയിഡിനകത്ത് വരുന്നതാണ് മേജർ കാറ്റയോൺ പൊട്ടാസ്യം. പൊട്ടാസ്യം ഈസ് ദ മേജർ കാറ്റയോൺ. മറ്റേത് മേജർ കാറ്റയോൺ അവിടെ എവിടെയാണ്? എക്സ്ട്രാ സെല്ലാറിൽ സോഡിയം, പൊട്ടാസ്യം. തെറ്റിക്കരുതേ മക്കളെ, എപ്പോഴും തെറ്റിക്കുന്നതാണ്. പൊട്ടാസ്യം ഈസ് ദ മേജർ കാറ്റയോൺ ഓഫ് ഇൻട്രാസെല്ലാർ ഫ്ലൂയിഡ്. പ്രൊമോട്ട്സ് കണ്ടക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസസ്. മസിൽ കോൺട്രാക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻസൈം ആക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നോർമൽ ലെവൽ കണ്ടോ വളരെ കുറവാണ്. 3.5 to 5.3 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ ആണ്. ദെൻ 80 to 90% ഈസ് എക്സ്ക്രീറ്റഡ് ത്രൂ ദ കിഡ്നീസ്. കിഡ്നി വഴിയാണ് മെയിൻ ആയിട്ട് പൊട്ടാസ്യം എക്സ്ക്രീഷൻ നടക്കുന്നത്. ദെൻ സോഡിയത്തിന്റെ അവിടെ ഏത് പേരാണ്? ഹൈപ്പോനട്രീമിയ, Na. ഇവിടെ കണ്ടോ പൊട്ടാസ്യം K, കലീമിയ, അളവ് പറയുന്നത് ലോ പൊട്ടാസ്യം ലെവൽ, ഹൈപ്പോ കലീമിയ K. കണ്ടോ? ഹൈപ്പോ കലീമിയ. കോസസ് എന്താണ്? ഡയൂറസിസ്. എപ്പോഴും ഞാൻ പറഞ്ഞു യൂറിൻ ഡയൂറട്ടിക്സ് എന്ന് പറയും. നീരൊക്കെ വരുന്ന കണ്ടീഷനിൽ ഡയൂറട്ടിക്സ് കൊടുക്കും. അപ്പം ആ ഒരു ഡയൂറട്ടിക് തെറാപ്പി കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഹൈപ്പോ കലീമിയ കണ്ടീഷൻ വരുന്നുണ്ട്. ഹൈപ്പർ കലീമിയ എന്താണ്? ഹയർ ദാൻ നോർമൽ ലെവൽസ് ഓഫ് പൊട്ടാസ്യം. നോർമൽ ലെവലിനെക്കാട്ടിലും കൂടുന്ന കണ്ടീഷനാണ് ഹൈപ്പർ കലീമിയ എന്ന് പറയുന്നത്. അതിന് കാരണം അസിഡോസിസ് ആണ്. ഹൈപ്പർ കലീമിയക്ക് കാരണം എന്ന് പറയുന്നത് അസിഡോസിസ് ആണ് മേജർ കാരണമായിട്ട് പറയുന്നത്. അപ്പം ഇത് ഏതാണ്? ഇൻട്രാ സെല്ലുലാർ അയോൺസ് ആണ്. അടുത്തത് ഏത് അയോൺ ആണ്? ഇൻട്രാ സെല്ലുലാറിൽ തന്നെ വരുന്ന മേജർ അയോൺ ആണ് ഫോസ്ഫേറ്റ്. ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ആനയോൺ ഓഫ് ഇൻട്രാ സെല്ലുലാർ കമ്പാർട്ട്മെന്റ്. ഫോസ്ഫേറ്റ് തന്നെ 2 ഫോമിലാണ് നമ്മുടെ ബോഡിക്കകത്തുള്ളത്. HP ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആയിട്ടും ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആയിട്ടും. HPO3 മൈനസും H2PO4 ആയിട്ടാണ് നിൽക്കുന്നത്. കോൺസെൻട്രേഷൻ ഇത് അത്ര ഓർത്തിരിക്കില്ല, എന്നാലും ഓർത്തിരിക്കണം. HPO4 മൈനസ് 1.05 മില്ലി മോൾ പെർ ലിറ്ററും H2PO4 0.26 ലെവലുമാണ് വരുന്നത്. pH ഓഫ് എക്സ്ട്രാ സെല്ലുലാർ അസിഡിക് ആകുമ്പം ഇതിനകത്ത് ഈ ഫോസ്ഫേറ്റിന് റോളുണ്ട്. H2PO4 കൂടുകയും HPO4 മൈനസ് കുറയുകയും ചെയ്യും. അത് ഓർത്ത് വെക്കുക. വെൻ pH ബിക്കം അസിഡിക്. അസിഡിക് എന്ന് പറയുന്നത് എങ്ങനെയാണ്? <7. ആ ഒരു കണ്ടീഷനിൽ പോകുമ്പം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് കൂടും. മോണോഹൈഡ്രജൻ ഫോസ്ഫേറ്റ്, ദാറ്റ് മീൻസ് ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് കുറയും. ഫോസ്ഫറസ് ഈസ് എസെൻഷ്യൽ ഫോർ മെറ്റബോളിസം ഓഫ് കാൽസ്യം, നോർമൽ ബോൺ ആൻഡ് ടൂത്ത് ഡെവലപ്മെന്റ്. അതിന് ഫോസ്ഫറസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആൻഡ് dihydrogen phosphate makes an important buffer system of body. അപ്പം ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് അയോൺസ് എന്ന് പറയുന്നത്. അടുത്തത് ഇലക്ട്രോലൈറ്റ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇതും ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോലൈറ്റ്സ് പലരും തെറ്റിച്ചെഴുതും. മറ്റേത് ഫങ്ഷൻസ് ഓഫ് മേജർ അയോൺസ്, ഇത് ഇലക്ട്രോലൈറ്റ്സ് യൂസ്ഡ് ഇൻ ദ റീപ്ലേസ്മെന്റ് തെറാപ്പി. അങ്ങനെ ചോദിക്കുമ്പോൾ ഇലക്ട്രോലൈറ്റ് വേണമാണ്. സോഡിയം ക്ലോറൈഡ്, കാൽസ്യം ഗ്ലൂക്കണേറ്റ്, അങ്ങനെ പഠിക്കാനുള്ള അയോൺസിനെ പറ്റി വേണം എഴുതാൻ. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇലക്ട്രോലൈറ്റ്സ് മിനറൽസ് ആണ്. നമ്മളുടെ ബോഡി ഫ്ലൂയിഡിനകത്ത് കയറുമ്പം അത് അയോൺസ് ആയിട്ട് കാറ്റോൺസും ആനോൺസും ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ഇലക്ട്രോലൈറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ദേ ഹെൽപ്പ് ടു ബാലൻസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ അവർ ബോഡി. അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയുമ്പോൾ ചില ബോഡിക്കകത്ത് ഇലക്ട്രോലൈറ്റിന്റെ അളവ് കുറയുന്നു. ഇപ്പം
സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞു, പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു, കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു, അങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻ വരുമ്പം നമ്മളത് ആ അയോൺസിൻ്റെ കുറവ് വരുമ്പം നമ്മൾ അയോൺസ് ഡ്രഗുകൾ കൊടുത്ത് റീപ്ലേസ്മെൻറ്റ് നടത്തും. ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഈസ് ടു റീസ്റ്റോർ ദ വോളിയം ആൻഡ് കോമ്പോസിഷൻ ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്സ് ടു നോർമൽ. ഇഫ് ബോഡി അപ്പം ആ ഒരു നോർമൽ ലെവലിൽ ആ ബോഡി ഫ്ലൂയിഡിനെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കൊടുക്കുന്നത്. ഇഫ് വോളിയം ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് വാൾസ് കോൺട്രാക്ഷൻ ഒക്കേഴ്സ്, ലൈഫ് ത്രെട്ടണിങ് കണ്ടീഷൻ, ഇപ്പോൾ ഡയറിയ, നിങ്ങൾക്ക് ഗ്ലൂക്കോസ് അഡ്മിനിസ്റ്റർ ചെയ്യില്ലേ, അതൊരു റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയാണ്. ORS കൊടുക്കില്ലേ, അതൊരു റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയാണ്. അങ്ങനെ പല ഡിസീസ് കണ്ടീഷനിങ് വരുമ്പോഴും ഈ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കൊടുത്തിട്ട് കോളറ കണ്ടീഷനിങ് കൊടുക്കുന്ന റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഓരോ അയോൺസിനും റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഉണ്ട്. അപ്പോൾ സോഡിയത്തിനുണ്ട്, പൊട്ടാസ്യത്തിനുണ്ട്, കാൽസ്യത്തിനുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇത് 3 മെയിനായിട്ട് റീപ്ലേസ്മെൻറ്റ് തെറാപ്പി വരുന്നത്. അപ്പോൾ ഈ ഓരോ അയോൺസിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോഡിയം ക്ലോറൈഡ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട്, കാൽസ്യത്തിന് പകരം കാൽസ്യം ഗ്ലൂക്കോണേറ്റ്. അപ്പം ഇത് സോഡിയം ക്ലോറൈഡ് പഠിക്കണം. ദെൻ അതിൻ്റെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കണം. പൊട്ടാസ്യം ക്ലോറൈഡ് ഏതൊക്കെ അതിൻ്റെ പ്രിപ്പറേഷൻസ് പഠിക്കണം. ദെൻ കാൽസ്യം ഗ്ലൂക്കോണേറ്റ്, കാൽസ്യം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി വരുന്നതാണ് കാൽസ്യം ഗ്ലൂക്കോണേറ്റ്. അപ്പം ഇത് ചോദിക്കുന്ന ഇലക്ട്രോലൈറ്റ്സ് യൂസ്ഡ് ഇൻ ദ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. മറ്റേത് ഫങ്ഷൻസ് ഓഫ് മേജർ അയോൺസ് ചോദിക്കുമ്പോൾ അയോൺസിനെ പറ്റി എഴുതുക. അപ്പോൾ അടുത്ത വീഡിയോ ക്ലിപ്പിൽ ഞാൻ ഈ ഇലക്ട്രോലൈറ്റ്സിനെ പറ്റി പറയാം. ഓക്കെ.